എല്ലാവർക്കും ET ടോക്സിലേക്ക് സ്വാഗതം. യുദ്ധം എന്ന് കേൾക്കുമ്പോൾ പ്രവാസികളുടെ മനസ്സിലൊക്കെ ഒരു പേടിയായിരിക്കും. ഇപ്പോൾ ജോലി എങ്ങാനും പോകുമോ, പെട്ടെന്ന് നാട്ടിലേക്ക് പോകേണ്ടി വരുമോ എന്നൊക്കെയുള്ള ചിന്തകൾ അവരെ അലട്ടുന്നുണ്ടാവാം. ഇതിന്റെ ഒരു പ്രധാന കാരണം തൻ്റെ കയ്യിലുള്ള പൈസ വെച്ച് ഇനി മുന്നോട്ട് ജീവിക്കാൻ പറ്റുമോ എന്ന പേടിയാണ്. പലരുടെ കയ്യിലും, അതായത് പല പ്രവാസികളുടെ കയ്യിലും പൈസ ഉണ്ടാവും. അതായത് 50 ലക്ഷം രൂപയൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ അത് വീട് പണി പോലെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അതായത് കയ്യിൽ എടുക്കാൻ ലിക്വിഡ് ക്യാഷ് ഉണ്ടാവില്ല എന്നതാണ് പല പ്രവാസികളുടെയും ഇന്നത്തെ അവസ്ഥ. ഒരു ആന്റി ഫ്രജൈൽ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി വന്നാൽ എങ്ങനെ ഒരു ബജറ്റ് പ്ലാൻ തയ്യാറാക്കാം എന്നാണ് നമ്മൾ ഇന്ന് ET ടോക്സിൽ സംസാരിക്കുന്നത്. നമസ്കാരം ഷിനോദ് സാർ. ഇപ്പോൾ ഗൾഫിൽ യുദ്ധഭീതിയിലൊക്കെയാണ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ജോലി പോയാൽ എങ്ങനെ മുന്നോട്ട് പോകും, എന്താണ് അതിന് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പ്രവാസികൾക്ക് പറ്റുന്ന ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഒരു ബജറ്റ് പ്ലാൻ തയ്യാറാക്കാൻ പറഞ്ഞ സാറിന് സഹായിക്കും. അതിൽ ക്രിസ്ത്യൻ ഉപയോഗിച്ചൊരു വാക്കുണ്ടല്ലോ, ആൻറ്റി ഫ്രജൈൽ എന്ന വാക്ക്. ആ വാക്കിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻറ്റി ഫ്രജൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതിസന്ധികളിലും പ്രതിരോധങ്ങളിലൊന്നും തകരാത്ത നല്ല ഉരുക്ക് പോലുള്ള ഒരു സിസ്റ്റമാണ് ഉദ്ദേശിക്കുന്നത്. വാസ്തവത്തിൽ ഇതെല്ലാം പ്രവാസികൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമ്മളിതിനെ കുറച്ച് പേരുകളൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് മാത്രമേ. അത് വളരെ ചെറിയ സിമ്പിളായ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങളായിട്ട് നമുക്ക് പറയാം. ഒന്ന് ഒരു ബാർബൽ സ്ട്രാറ്റജി എന്ന് പറയാം, മറ്റൊന്ന് അയൺ ഷീൽഡ്, മൂന്നാമതായിട്ട് ഗ്രോത്തിനുള്ളൊരു സ്ട്രാറ്റജി, മറ്റൊന്ന് ഫാമിലി ബജറ്റ്. ഈ 4 കാര്യങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു പോകാം. ഇതിൽ ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ ബാർബൽ എന്ന് പറയുന്ന ആ വാക്ക്, ഇത് ആൻറ്റി ഫ്രജൈൽ എന്ന് പറയുന്ന ആ തിയറിയുടെ കൂടെ നാസിം നിക്കോളാസ് തലേബ് എന്ന് പറയുന്ന ഒരാൾ മുന്നോട്ട് വെച്ചൊരു തിയറിയാണ്. ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ല. പറഞ്ഞു വരുന്നത്, നമ്മുടെ ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണുന്നൊരു സാധനമാണ്. 2 ഭാഗത്തും ലോഡുള്ള നടുക്കൊരു വടിയൊക്കെ വെച്ചിരിക്കുന്ന സാധനമല്ലേ. ഈ സംഗതി അത്രയേ ഉള്ളൂ. ഈ ബാർബൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന സംഗതി അത്രയേ ഉള്ളൂ. 2 ഭാഗത്തും ലോഡുണ്ട്, നടുക്ക് ഫ്രീ ആണ്. അതുപോലെ നമ്മൾ നമ്മുടെ ഈ നിക്ഷേപത്തെ എന്ത് ചെയ്യണം, ഒന്ന് പ്ലാൻ ചെയ്യണം. ഇത്തരം ഒരു യുദ്ധ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഉറപ്പാക്കണം എന്താണ്, നമ്മുടെ ഒരു 60 മുതൽ 70% വരെ നിക്ഷേപം സുരക്ഷിതമായ സ്ഥലത്തായിരിക്കണം. സുരക്ഷിതമായ സ്ഥലം എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കണം? NRI ഫിക്സഡ് ഡിപ്പോസിറ്റിലാവാം, ലിക്വിഡ് ഫണ്ടുകളിലാവാം. അത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ സുരക്ഷിതമായിട്ട് നിക്ഷേപിക്കണം. നമ്മൾ റിസ്ക് കൂടിയ മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്ക് പോലുള്ള സ്ഥലത്ത് 30% നിക്ഷേപം മതി. അപ്പോൾ നമ്മൾ ഈ 2 ഭാരം കൂടിയ കാര്യങ്ങൾ നമ്മൾ ബാലൻസ് ചെയ്തു. ഒന്ന് നമ്മുടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലുള്ള അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടുകൾ പോലുള്ള ഭാഗത്തും, മറ്റൊന്ന് MF അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്ന സ്ഥലത്തും. നമ്മൾ ഒഴിവാക്കേണ്ട ഒരു മീഡിയോക്കർ റിസ്ക് എന്ന് പറയുന്ന ആ ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭൂരിഭാഗം പ്രവാസികളും ചെയ്യുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ പണവും കൊണ്ടുപോയിട്ട് ഒന്നിൽ നിക്ഷേപിക്കും. ചിലപ്പോൾ ആരെങ്കിലും സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ട് ഒരു ബിസിനസ്സിൽ കൊണ്ടുപോയി നിക്ഷേപിക്കും. ആ ബിസിനസ് പൊട്ടും. പിന്നെ ജന്മത്ത് തിരിച്ച് നാട്ടിലേക്ക് വരാൻ കഴിയില്ല. കാരണം ഈ കടം വീട്ടണം, വീടുണ്ടാക്കണം, മക്കളെ പഠിപ്പിക്കണം. അപ്പോൾ എല്ലാ കാലത്തും അവിടെ കുടുങ്ങിപ്പോവും. അപ്പോൾ ഒന്നിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുന്നത് എപ്പോഴും റിസ്ക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ നിക്ഷേപം എപ്പോഴും എന്തായിരിക്കണം, ഈ ഒരു ആ ജിമ്മിൽ കാണുന്ന 2 ഭാഗത്തും ഭാരമുള്ള പോലെ നമ്മുടെ നിക്ഷേപമായിരിക്കണം. മീഡിയോക്കർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളിപ്പം കൂട്ടുകാരെ സഹായിക്കൊക്കെ വേണം, പക്ഷേ കൂട്ടുകാരെ സഹായിച്ച് കുടുങ്ങരുത്. നമ്മൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം ലോണുകൾ കൊടുക്കുന്ന പരിപാടികളൊക്കെ നിർത്തണം. കാരണം ഇത് നമ്മുടെ ആവശ്യത്തിന് തിരിച്ചു കിട്ടുമോ എന്ന് ഉറപ്പില്ല. ചിലപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് മതി ആ ബന്ധം പോകാൻ. അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇത്തരം സഹായങ്ങളൊക്കെ ഈ ഒരു സമയത്ത് നിർത്തണം. 2, പലപ്പോഴും നാട്ടിൽ നിന്ന് ബ്രോക്കറോ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളോ വിളിച്ച് പറയും, ഇവിടെ ഇങ്ങനെയൊരു സ്ഥലം വിൽക്കാനുണ്ട്, ഇങ്ങനെയൊരു കെട്ടിടം വിൽക്കാനുണ്ട്. ഇത്തരം കോളുകളൊക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് മാത്രമല്ല, പൊതുവെ പ്രവാസികളേക്ക് ഇത്തരം കോളുകൾ വരും. എന്ത്, നാട്ടിൽ ഇന്നവിടെ ഒരു 10 സെൻറ്റ് ഉണ്ട്, 1 ഏക്കർ സ്ഥലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വരും. സ്വാഭാവികമായിട്ടും ഇത്തരം സന്ദർഭങ്ങളിലാണ് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ലോക്കായി പോകുന്നത്. പ്രവാസികൾ പലർക്കും ഭൂമി വിറ്റൊഴിവാക്കാൻ പറ്റാതെ, കെട്ടിടം വിറ്റൊഴിവാക്കാൻ പറ്റാതെ ലോക്കായി പോകുന്നുണ്ട്. അപ്പോൾ ഇത്തരം മീഡിയോക്കർ റിസ്കുകൾ ഒഴിവാക്കേണ്ട സമയം കൂടിയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ യുദ്ധം എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും എപ്പോഴും നമ്മുടെ നിക്ഷേപത്തിനെ 2 രീതിയിൽ ബാലൻസ് ചെയ്യുന്നതാണ് നല്ലത്. ഒന്ന് സേഫായ ഒരു 70%, റിസ്ക്കുള്ള 30%. സേഫായുള്ള 70% നമുക്ക് തരുന്ന റിട്ടേൺ 10% ആണെന്നിരിക്കട്ടെ, ഇപ്പുറത്തുള്ള 30% റിട്ടേൺ അതും നമുക്ക് 10% തരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 2 തുല്യ വെയിറ്റിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി അഥവാ എന്തെങ്കിലും പിഴച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പുറത്ത് ഇവിടെ സേഫായിട്ട് 70% അല്ലെങ്കിൽ നമ്മുടെ 90% നിക്ഷേപം ഇപ്പുറത്തുണ്ട്. അപ്പുറത്ത് നമ്മൾ റിസ്കിൽ 10%, 20%, 30% ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇത്ര യുദ്ധം വരുന്ന സാഹചര്യത്തിൽ എപ്പോഴും ലിക്വിഡിറ്റിയാണ് രാജാവ്.
പണമാക്കാൻ എത്ര വേഗം പണമാക്കാൻ പറ്റും, അതാണ് നമ്മുടെ നമുക്ക് ഇപ്പോൾ ജോലി പോയാലും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വന്നാലും ലിക്വിഡിറ്റി ഈസ് ദ കിങ്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് നോക്കേണ്ടത് നമ്മുടെ ഏതൊക്കെ നിക്ഷേപങ്ങൾ നമുക്ക് പണമാക്കി മാറ്റാൻ പറ്റും എളുപ്പത്തിൽ എന്ന് നമ്മൾ നോക്കണം. അതുകൊണ്ട് ഒന്നാമത്തെ ഈ ബാർബിൾ സ്ട്രാറ്റജിക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കണം. ലിക്വിഡിറ്റി വളരെ പ്രധാനമാണ് എന്ന് സാർ പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു പ്രവാസി തന്റെ അയൺ ഷീൽഡ് അല്ലെങ്കിൽ എമർജൻസി ഫണ്ട് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, അത് എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? അയൺ ഷീൽഡ് എന്ന് പറയുന്ന വാസ്തവത്തിൽ നമ്മുടെ എപ്പോഴും എമർജൻസി ഫണ്ടാണ്. അത് നമുക്ക് ഗൾഫിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നമുക്ക് എമർജൻസി ഫണ്ട് വേണം. നോർമലി ഈ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത് 6 മാസത്തെ ഒരു എമർജൻസി ഫണ്ട് വേണമെന്നാണ്. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ യുദ്ധം പോലുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇത് 6 മാസത്തിന് പകരം 12 മാസം നമുക്ക് എമർജൻസി ഫണ്ട് വേണം. അപ്പോഴാണ് ഒരു ന്യായമായ ചോദ്യം നമ്മളിത് കാണുന്ന ആൾക്കാർ ചോദിക്കും, ട്രംപ് എന്നെ വിളിച്ചു പറഞ്ഞിട്ടല്ല ആക്രമിക്കാൻ പോയതെന്ന്. കാരണം 6 മാസം എൻ്റെ കയ്യിൽ ഓൾറെഡി ഉണ്ട് എമർജൻസി ഫണ്ട്. ഇപ്പം നിങ്ങൾ പറയും യുദ്ധം തുടങ്ങിയത് 12 മാസം ആക്കണമെന്ന്. എനിക്ക് പിന്നെ 12 മാസം ആക്കാൻ സമയമില്ലല്ലോ, കാരണം ഇത് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതിനുള്ള ഉത്തരം നമുക്ക് അവസാനം പറയാം. എവിടെയൊക്കെ എമർജൻസി ഫണ്ട് വെക്കണം എന്നുള്ളത് പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുന്ന സ്ഥലങ്ങളിലാണ് വെക്കേണ്ടത്. അത് നേരത്തെ നമ്മൾ പറഞ്ഞു, പെട്ടെന്ന് പൊളിക്കാൻ പറ്റുന്ന FDകളുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ നമുക്ക് പണം പാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ലിക്വിഡിറ്റി ഫണ്ടുകളുണ്ട്. ലിക്വിഡിറ്റി ഫണ്ടുകൾ 7% മുകളിൽ കൊടുക്കുന്ന ഫണ്ടുകളുണ്ട്, നമുക്ക് അവിടെ പാർക്ക് ചെയ്യാം. പിന്നെയോ സ്വാഭാവികമായിട്ടും മലയാളിക്ക് പ്രിയപ്പെട്ട സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാം. എല്ലാ പണം കൊണ്ടുപോയിട്ട് ഫിസിക്കൽ സ്വർണ്ണത്തിൽ ഇടുന്നതിന് പകരം കുറച്ച് ETF വയ്ക്കാം. എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുന്ന നിക്ഷേപങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിലാണ് നമ്മൾ എമർജൻസി ഫണ്ടിനെ പാർക്ക് ചെയ്യേണ്ടത്. പിന്നെ നമ്മുടെ കയ്യിൽ ഗോൾഡ് ഉണ്ടല്ലോ. അപ്പോൾ ഗോൾഡ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എമർജൻസി ഫണ്ടായിട്ട് നമുക്ക് പ്ലഡ്ജ് ചെയ്തൊക്കെ എടുക്കാവുന്ന സംഗതിയാണ്. പിന്നെ ഈ എമർജൻസി ഫണ്ടിനെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. പലപ്പോഴും നമ്മൾ എമർജൻസി ഫണ്ട് തന്നെ ഇല്ലാതാക്കുന്നത് ഒരു ആരോഗ്യ പ്രശ്നം വരുമ്പോഴാണ്. അതുകൊണ്ട് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പാക്കേണ്ട സമയം കൂടിയാണ്. അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ എപ്പോഴും ഏതൊരു പ്രവാസിയും ഒരു നല്ല ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്ന് ഉറപ്പാക്കണം. അതുകൂടി ചേർന്നതാണ് എമർജൻസി ഫണ്ട് എന്ന് മനസ്സിലാക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ കരുതി വെച്ചിരിക്കുന്ന 6 മാസത്തെ ഫണ്ട് ഒരൊറ്റ ആശുപത്രി കേസിൽ ഇല്ലാണ്ടായി പോവും. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്. ഇതാണ് രണ്ടാമത്തെ അയൺ ഷീൽഡ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ കണ്ടുവരുന്നതാണ്, ഒരു പ്രതിസന്ധി വരുമ്പോൾ യുദ്ധം പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് SIP പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ആളുകൾ നിർത്തുന്നത്, പ്രത്യേകിച്ച് പ്രവാസികളൊക്കെ. ഈ സമയത്ത് ഇൻവെസ്റ്റ്മെന്റ് തുടരുന്നത് ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമാണോ? നമുക്ക് നമ്മൾ സിപ്പ് ഒരിക്കലും നിർത്തരുത് എന്നാണ് പറയുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു വരി കൂടി പറയുന്നുണ്ട്, കടം വാങ്ങിയിട്ട് നിക്ഷേപിക്കരുത്. അപ്പം സിപ്പ് നമ്മൾ എന്ത് ചെയ്യണം, തുടരണം. നേരത്തെ നമ്മൾ എമർജൻസി ഫണ്ടിൻ്റെ പ്ലാൻ ഇടുമ്പോൾ നമുക്ക് ഒരു മാസം എത്ര പണം എമർജൻസി ഫണ്ടായിട്ട് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി വരും, അല്ലെങ്കിൽ ജോലി പോയി കഴിഞ്ഞാൽ എനിക്ക് മിനിമം എത്ര പണം വേണം 6 മാസം ജീവിക്കാൻ എന്നതാണല്ലോ എമർജൻസി ഫണ്ടിൻ്റെ ഒരു കാൽക്കുലേഷൻ. ആ കാൽക്കുലേഷനിൽ നമ്മൾ സിപ്പിന് വേണ്ടി നമ്മൾ എല്ലാ മാസവും മുടക്കുന്ന 5000 കൂടി ഉൾപ്പെടുത്തി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം പെട്ടെന്ന് ജോലി പോയാലും, ഉദാഹരണത്തിന് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, യുദ്ധം കാരണം പലരും നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നാൽ അടുത്ത 6 മാസത്തേക്കുള്ള സിപ്പ് എവിടുന്ന് പോയിക്കോളും, നമ്മുടെ എമർജൻസി ഫണ്ടിൽ നിന്ന് പോയിക്കോളും. അപ്പോൾ അതുകൂടി കണക്കാക്കിയിട്ടായിരിക്കണം നമ്മൾ എമർജൻസി ഫണ്ട് എടുത്ത് വെക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷേ കടം വാങ്ങിയിട്ട് എന്ത് ചെയ്യരുത്, നമ്മൾ സിപ്പ് കണ്ടിന്യൂ ചെയ്യേണ്ട. പിന്നെ പല സിപ്പ് അല്ലെങ്കിൽ പല ധനകാര്യ സ്ഥാപനങ്ങളും സിപ്പ് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ നൽകുന്നുണ്ട്. പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയിലാണെങ്കിൽ 3 മുതൽ 6 മാസം വരെ ഇത് നിർത്തി വയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ മാസം അല്ലെങ്കിൽ അത്തരം മാസങ്ങളിൽ സിപ്പ് പോകണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പോഴും എന്തെടുക്കും, നമ്മൾ അതുവരെ ഇട്ട പണം അവിടെ കിടന്ന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ സ്റ്റോപ്പും ക്ലോസും തമ്മിൽ വ്യത്യാസമുണ്ട്. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവിടെയുള്ള പണം മുഴുവൻ പിൻവലിച്ച് നമ്മുടെ വളർച്ച മുഴുവൻ നിന്നും. പക്ഷെ നിർത്തുന്നതോടുകൂടി അല്ലെങ്കിൽ പോസ് ചെയ്യുന്നതോടുകൂടി എന്ത് നടക്കുന്നുള്ളൂ, നമ്മൾ അതുവരെ നിക്ഷേപിച്ച പണം അവിടെ വളരുന്നുണ്ട്. നിശ്ചിത സമയം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സിപ്പ് തുടങ്ങാം. ഒരു പക്ഷേ 6 മാസം കഴിഞ്ഞ് നമ്മൾ പുതിയ ജോബിലേക്ക് മാറുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി തീരുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിപ്പ് കണ്ടിന്യൂ ചെയ്യാം. സിപ്പ് എപ്പോഴും നമുക്ക് നൽകുന്ന ഒരു സംഗതി ഉണ്ട്, എന്താണെന്നറിയോ, റുപ്പി കോസ്റ്റ് ആവറേജ്. ഇപ്പം നമുക്ക് മാർക്കറ്റ് യുദ്ധം കൊണ്ട് താഴേക്കാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ 5000 രൂപയുടെ സിപ്പിൽ നിന്ന് എനിക്ക് മാക്സിമം യൂണിറ്റ് കിട്ടും, എനിക്ക് അധികം സാധനം കിട്ടും. അത് നമ്മുടെ രീതി പറയണ, നേരത്തെ ഒരു തേങ്ങയ്ക്ക് വില 45 രൂപയാണെന്ന് കരുതുക. ഇപ്പം നമ്മൾ തേങ്ങ എന്ന് ഉദ്ദേശിക്കുന്നത് ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം തേങ്ങയ്ക്ക് 30 രൂപ വിലയുള്ളതെങ്കിൽ ഞാൻ എല്ലാ മാസവും 5000 രൂപയ്ക്കാണ് തേങ്ങ വാങ്ങുന്നതിൽ 1000 രൂപയ്ക്കാണ് തേങ്ങ വാങ്ങുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന എണ്ണം കൂടും. അപ്പോൾ ആ യൂണിറ്റ്, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വിൽക്കുമ്പോൾ എനിക്ക് കുറേ കൂടി പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ടും
ഇതൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. ഇത് യുദ്ധം പോലുള്ള സാഹചര്യങ്ങളിൽ നിക്ഷേപകൻ എന്ന രീതിയിൽ ഓപ്പർച്യൂണിറ്റിയാണ്. കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ യൂണിറ്റ് വാങ്ങാൻ പറ്റും. അതുകൊണ്ട് മുടക്കാതിരിക്കുന്നതാണ് നല്ലത്. സിപ്പ് ഒരിക്കലും ക്ലോസ് ചെയ്യരുത്, മറിച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ പോസ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാം. കഴിയുന്നതും എമർജൻസി ഫണ്ടിൽ നമ്മൾ സിപ്പിനുള്ള എമൗണ്ട് കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഒരു 6 മാസം സിപ്പ് നമുക്ക് മുടക്കമില്ലാതെ പോകാൻ പറ്റും. പിന്നെയുള്ള ബാക്കിയുള്ള 6 മാസം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് പോസ് ചെയ്ത് കഴിഞ്ഞാൽ 1 കൊല്ലം നമുക്ക് സമയം കിട്ടി, വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോഴേക്കും നമുക്കൊരു ജോബ് കിട്ടുമല്ലോ, കണ്ടിന്യൂ ചെയ്യാം. അതുകൊണ്ട് സിപ്പ് പോലുള്ള നിക്ഷേപങ്ങൾ ഒരിക്കലും നിർത്താതിരിക്കുന്നതാണ് പ്രവാസിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അവസാനമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ പ്രവാസികളുടെ ജോലി പോവാം, അല്ലെങ്കിൽ ഇപ്പോൾ അവർക്ക് ചിലപ്പോൾ സാലറി കിട്ടുന്നതിൽ ലേറ്റ് ആവാം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാവില്ല. ഇപ്പോൾ അവർക്കൊരു ടെൻഷൻ ഉണ്ടാവില്ല. ഈ സമയത്ത് പ്രവാസികൾ അവരുടെ വീട്ടിലെ ബജറ്റിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? ഇത് നമ്മൾ കുറേ വീഡിയോയിൽ പറഞ്ഞൊരു പോയിന്റാണ്, എങ്കിലും പറയാം. നമ്മളതിനെ ഒരു എളുപ്പത്തിന് വേണ്ടി പറയാം. ഒരു 2 സ്പീഡ് ബജറ്റ് എന്ന് പറയാം. 2 സ്പീഡ് ബജറ്റ്. നമുക്ക് 2 സ്പീഡിലാണ് നമ്മൾ ബജറ്റ് ഓടിക്കുന്നത്, അല്ലെങ്കിൽ ആനുപാതികമായിട്ട് നമ്മൾ എപ്പോഴും മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് സ്പീഡ് 1 ആണ്, ഇത് സ്പീഡ് 2 ആണ് എന്ന് പറയുന്നത്. ഈ സ്പീഡ് 1 എന്ന് പറയുന്നത് ഒരു സർവൈവൽ മോഡാണ്. ഈ സർവൈവൽ മോഡിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? വീട്ടു ചെലവുണ്ടായിരിക്കും, കുട്ടികളുടെ പഠനം ഉണ്ടായിരിക്കും, മരുന്ന്, ബേസിക്കായ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മുടെ ടേം ഇൻഷുറൻസ് പോലുള്ള, അതൊക്കെ നമുക്ക് മസ്റ്റായി വേണ്ട കാര്യങ്ങളാണ്. ഒരിക്കലും ഇൻഷുറൻസ് വേസ്റ്റ് അല്ല. ടേം ഇൻഷുറൻസ് നമുക്ക് മസ്റ്റായിട്ട് വേണം. അപ്പോൾ ടേം ഇൻഷുറൻസിനുള്ള പ്രീമിയം ഇതെല്ലാം ചേർന്നതാണ് സ്പീഡ് 1. അപ്പോൾ ഈ സ്പീഡ് 1 എന്ന് പറയുന്ന, ഞാനൊരു പറയാം, സ്പീഡ് 1 എന്ന് പറയുന്ന സാധനം എപ്പോഴും നമുക്ക് നിർബന്ധമായിട്ടും നമുക്ക് ജീവിച്ചു പോകാൻ വേണ്ട സംഗതിയാണ്. ഇനി ഇതിന് നമുക്ക് വേറെ രീതി ചെയ്യാം. ഈ സ്പീഡ് 1 വേണ്ട ചിലവ് നമ്മൾ ആദ്യം പറഞ്ഞ എന്തുണ്ട്, ബാർബൽ തിയറി അനുസരിച്ച് ഉണ്ടാക്കിയ നിക്ഷേപം ഉണ്ടല്ലോ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് പോവുകയാണെങ്കിൽ പെർഫെക്റ്റ്. അപ്പോൾ എൻ്റെ ജോലി പോയാലും എനിക്ക് പ്രശ്നമില്ല. കാരണം എന്താ, ആ നിക്ഷേപത്തിൽ നിന്ന് ഈ സ്പീഡ് 1 ഓടിക്കോളും. ഇനി സ്പീഡ് 2 എന്താണ്? സ്പീഡ് 2 എന്ന് പറയുന്നത് നമ്മൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ പുതിയ വണ്ടി വാങ്ങുന്നത്, ട്രിപ്പ് പോകുന്നത്, നമ്മൾ വില കൂടിയ കോസ്മെറ്റിക്സ് ഐറ്റംസ് വാങ്ങുന്നത്, ഇതൊക്കെയാണ് എന്ത്, സ്പീഡ് 2. നമുക്കൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചെയ്യാവുന്നത് സ്പീഡ് 2 അങ്ങോട്ട് ഓഫാക്കുക എന്നുള്ളതാണ്. സ്പീഡ് 2 ഓഫാക്കി കഴിഞ്ഞാൽ എന്ത് നടക്കും? നമുക്ക് പണം സേവ് ചെയ്യാൻ പറ്റും. ആ സ്പീഡ് 2 ഓഫാക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു പോയിന്റ് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഈ 6 മാസം എന്ന് പറയുന്നത് എങ്ങനെ 12 മാസം ആക്കും എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇപ്പോൾ ഇവിടേക്ക് വരാം. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യം മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഉടൻ ചെയ്യേണ്ടത് നമ്മുടെ സ്പീഡ് 2 ഓഫാക്കണം. സ്പീഡ് 2 ഓഫാക്കുമ്പോൾ സ്വാഭാവികം എന്ത് കിട്ടും? പൈസ എക്സ്ട്രാ വരും. ആ എക്സ്ട്രാ വെച്ച് നമുക്ക് അടുത്ത 6 മാസം കൂടി പോകാൻ പറ്റും. അപ്പം യുദ്ധം ട്രംപ് നേരിട്ട് വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഈ സ്പീഡ് 2 ഓഫാക്കിയാൽ മതി. അപ്പം ഗൾഫിൽ ജോലിയുള്ള കാലത്തോളം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിൽ ജോലിയുള്ള കാലത്തോളം നമുക്ക് സ്പീഡ് 2 തുടരാം. കാരണം മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്താണ്? യാത്രകൾ പോകണം, നമുക്ക് കൗതുകമുള്ള, നമുക്ക് താല്പര്യമുള്ള, നമുക്ക് ഇഷ്ടം നൽകുന്ന നമ്മൾ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റണം, അതൊക്കെ തുടരണം. പക്ഷേ ജോലി ഉള്ളിടത്തോളം കാലം, ജോലി പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ സ്പീഡ് 2 ഓഫാക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ചിലവുകളിൽ സ്പീഡ് 1ഉം സ്പീഡ് 2ഉം വേർതിരിച്ച് വെക്കണം. സ്പീഡ് 2 എപ്പോഴും ഓഫാക്കുന്ന രീതിയിലായിരിക്കണം. ആ കാര്യത്തെക്കുറിച്ച് വീട്ടുകാരെയും ബോധവൽക്കരിക്കണം. കാരണം വീട്ടുകാർ കൃത്യമായ ശമ്പളം കിട്ടുന്നതുകൊണ്ട് അവർക്കൊരു ലിവിങ് പാറ്റേൺ ഉണ്ടായിരിക്കും, ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പറയും, നമ്മൾ യുദ്ധം വന്നു, എൻ്റെ ജോലി എങ്ങാനും പോവുകയാണെങ്കിൽ നമ്മൾ ഇത്തരം കാര്യങ്ങളാണ് കട്ട് ചെയ്യാൻ പോകുന്നതെന്ന് ഒരു പ്രവാസി നേരത്തെ വീട്ടുകാരെ അറിയിക്കുകയാണെങ്കിൽ അവർക്ക് മനസ്സിലാകും ഇത് ഒരു സാമ്പത്തിക അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് തിരിച്ചു വരാൻ പറ്റും. അതുവരെ താൽക്കാലികമായിട്ട് ഇത് ബ്രേക്ക് ചെയ്യുന്നു. അപ്പം അപ്പോഴും നമ്മൾ സർവൈവൽ മോഡൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ബേസിക് കാര്യങ്ങൾ നടക്കും. കാരണം ബേസിക് കാര്യങ്ങൾക്ക് പണം നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്. കൂടാതെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? എമർജൻസി ഫണ്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു, ഡെഡ് മണി ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഒഴിവാക്കേണ്ട ഒരു സമയമാണ്. വിറ്റ് പോകാൻ സാധ്യതയില്ലാത്ത പറമ്പുകളോ കെട്ടിടങ്ങളോ ഒന്നും വാങ്ങരുത്. അതുപോലെ കടം കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ആവശ്യത്തിന് പണം തിരിച്ചു കിട്ടുമെന്ന് യാതൊരു ഗ്യാരണ്ടി ഇല്ല. അതിൻ്റെ അർത്ഥം ആരെയും സഹായിക്കേണ്ടതെന്നല്ല, സഹായിക്കേണ്ടത് സഹായിക്കണം. പക്ഷെ ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. വളരെ കരുതൽ വേണ്ട ഒരു സമയമാണിത്. സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നാൽ കോടികൾ സമ്പാദിക്കുക എന്നല്ല, മറിച്ച് ഏത് സാമ്പത്തിക പ്രതിസന്ധിയും അതിജീവിക്കാനുള്ള ഒരു സാമ്പത്തിക പ്ലാൻ നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കുക എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഏത് മാന്ദ്യം വന്നാലും യുദ്ധം വന്നാലും ഒക്കെ നമുക്ക് മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങളുടെ എമർജൻസി ഫണ്ട് നിങ്ങൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി.